കൂട്ടുകാരെ, ഞാൻ ചക്കപ്പഴം ഉപയോഗിച്ച് ഒരു പുട്ടുണ്ടാക്കാൻ പോവാണേ. ഞാനൊരു 2 കുറ്റി പുട്ടിന് വേണ്ടിയിട്ട് ഒരു 5-6 ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. ചക്കപ്പഴം വരിക്കച്ചക്കയാണ്. പിന്നെ ഒരു 2 അര തേങ്ങായും എടുത്തിട്ടുണ്ട്. ഒരു 5 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, പക്ഷേ അരിപ്പൊടിയേക്കാൾ ടേസ്റ്റ് നമുക്ക് ഗോതമ്പ് പൊടിക്കാണ്. അതുകൊണ്ട് ഗോതമ്പ് പൊടി ഒരു 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നനച്ചെടുക്കാം, സ്വല്പം ഉപ്പ് പൊടി ചേർത്തിട്ട്. ഈ നനച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടിനുള്ള വെള്ളം അടപ്പത്തോട്ട് വയ്ക്കാം. പുട്ടിൻ്റെ പൊടി ഞാനിങ്ങനെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം കട്ട പിടിച്ചിരിക്കുകയാണ്. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അരിപ്പൊടിയുടെ പുട്ടുണ്ടാക്കാനായാലും അരിപ്പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കാനായാലും ഗോതമ്പിൻ്റെ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാനായാലും അത് നനയ്ക്കുമ്പം കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് അത് നല്ല പൗഡർ പോലെ ഇരിക്കും. നല്ലതുപോലെ സോഫ്റ്റ് പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇനി അത് മിക്സിയുടെ ജാറിലൊന്നിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോവാണേ. പൊടി ഇതേപോലെ നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാനിതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര അതിനകത്തോട്ട് ഒന്നിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചക്കപ്പഴം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കാം എല്ലാം കൂടെ. കൊടുക്കാനുള്ള വെള്ളം നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്ന് ഇനി നമുക്ക് കുറ്റിയിലോട്ട് പൊടിയും തേങ്ങയും ചക്കപ്പഴമൊക്കെ ഒന്ന് വാരിയിടാം. ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഇനി കുറച്ച് ചക്കപ്പഴം കൂടി നമുക്ക് അതിനകത്തോട്ട് ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇളക്കി വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കും. നമ്മൾ പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചക്കപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാക്കിയും കൂടെ നമുക്ക് പൊടി വാരി ഫില്ല് ചെയ്യാം. ഇത്രയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചക്കപ്പഴം കൂടി അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. സ്വല്പം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ചക്കപ്പഴമാവും പുട്ടും തിന്നാം. ചക്കപ്പഴം വെന്ത് കിട്ടും. അപ്പോഴും നമുക്ക് വയറ്റിന് കേടൊന്നും ഉണ്ടാകത്തില്ല. നല്ലപോലെ നല്ലൊരു ചക്കപ്പുട്ടുണ്ടാക്കി കഴിക്കാം. അങ്ങനെ നമ്മൾ ചക്ക കൊണ്ടൊരു പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.